നമസ്കാരം. ഫുട്ബോൾ ടോക്കിലൊക്കെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഫുട്ബോൾ ഗെയിമുകളെ പറ്റിയാണ്. അപ്പോൾ പോർച്ചുഗൽ നേടിയല്ലോ യുവേഫ നേഷൻസ് ലീഗ്. ഞാൻ ബാർസ ഫാനാണ്. യമാലിൻ്റെ തൊള്ള നിർത്തിക്കൊണ്ട് ന്യൂനമെൻറ്റസാണ്. പക്ഷെ ഞാനൊരു ബാർസ ഫാനാണ്. എനിക്ക് യമാലിനെ ഇഷ്ടമാണ്. ന്യൂനമെൻറ്റ് ഇഷ്ടമല്ല, നല്ല ഇഷ്ടമാണ്. പക്ഷെ അടുത്തത് യമാലിനാണ്. ഷൂട്ട് ചെയ്യുന്ന രാത്രിയുള്ളൂ. അപ്പോൾ ഇത്രയും മികച്ച കളി എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ കളിച്ച കളി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഒരു അർജൻറ്റീന ഫാനാണ്. പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിന് ആകെ ഉണ്ടായത് ന്യൂനോ മെൻഡസാണ്. ആ ന്യൂനോ മെൻഡസ് കളിച്ച കളി ഒരു മനുഷ്യന് മറക്കില്ല. ആ കളി ജയിച്ചത് അവരുടെ നെഞ്ചിലൂടെയാണ്. ആ കപ്പ് റൊണാൾഡോ ഉയർത്തുമ്പോൾ മെസ്സി ഫാനാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് റൊണാൾഡോ ഉയർത്തുമ്പോൾ. ഭയങ്കര ദേഷ്യമുണ്ട്. പക്ഷേ റൊണാൾഡോ നല്ല കളി കളിച്ചു, എല്ലാവരും കളിച്ചു. വിറ്റിന കുഴപ്പമില്ലാതെ കളിച്ചിട്ട്. പിന്നെ നമ്മൾ ഫ്രാങ്കോ മസ്താനോനോ ഹെർവിഗോ റയൽ മാഡ്രിഡിന് സ്വന്തമായി. അടുത്തായി ഡീൻ ഹൗസൻ റയൽ മാഡ്രിഡിൻ്റെ 24-ാം നമ്പർ താരം റയലിലോട്ട് എത്തിക്കഴിഞ്ഞു. അടുത്തതായി നമ്മൾ പിന്നെ പോർച്ചുഗൽ നേടിയുകൊണ്ട് ബാലൺ ഡോർ സാധ്യതയൊക്കെ നമ്മൾ നോക്കാം. ടോപ്പ് 3 നോക്കുമ്പോൾ മൂന്നാമത് റാഫീന, രണ്ടാമത് ലമീൻ യമാൽ. എന്തൊരു കിടില പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. ഒന്നാമത് ഓസ്മാൻ ഡെംബലെ ബ്രസീലിനായി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇനിയും വാരി കൂട്ടാൻ ഉസ്മാൻ ഡെംബലെയും ക്ലബ് വേൾഡ് കപ്പ് ബാക്കി. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ വളരെ മോശം കളിയൊന്നുമല്ല കളിച്ച്, കുഴപ്പമില്ലാത്ത കാര്യം കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ജനാലമ്മക്ക് ചാരിച്ചിട്ട് കാണിക്കണം. പ്രസ്സൊക്കെ വെക്കണം. അതൊന്നും ആരും നോക്കണ്ട. പിന്നെ അൽവാരോ കരേരസ് ഏകദേശം ഇവിടെ എത്തും തന്നെയാണ് തോന്നുന്നത് റയലിലോട്ട്. ഹെർവിഗോ പറഞ്ഞിട്ട്. പിന്നെ മമാഡോ സാർ താരം ചെൽസിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഒഫീഷ്യലാണ്. അടുത്ത നമ്മൾ പറയാം മിലോസ് കേർക്കസിൻ്റെ കാര്യം നമുക്കറിയില്ല. പിന്നെ സിമോൺ ഇൻസാഗി AC മിലാനിൻ്റെ കോച്ചിങ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിക്കൊണ്ട് ഇന്റർ മിലാനിൽ നിന്ന് പടിയിറങ്ങിയ താരം തിരഞ്ഞെടുത്തത് ഒരു ഒന്നൊന്നര ടീമാണ് അൽ ഹിലാൽ. യോഹെ ഹീസസ് ഒഴിവാക്കിയ ടീം അൽ ഹിലാൽ. സിമോൺ ഇൻസാഗി. പിന്നെ ചിവു എന്ന് പറഞ്ഞൊരു കോച്ചാട്ടോ ഇന്റർ മിലാനിന്. ചിവു എങ്ങനെയുണ്ട് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എറിക് ടെൻ ഹാഗ് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം എറിക് ടെൻ ഹാഗ് ദാറ്റ്സ് എ ബിഗ് സംഭവമാണ്. എറിക് ടെൻ ഹാഗ് അവിടെ എത്താൻ യുണൈറ്റഡിൽ ഫ്ലോപ്പായി പോയ എറിക് ടെൻ ഹാഗ് മറ്റൊന്ന് അയാക്സിൽ മിന്നും പ്രകടനം കളിച്ച എറിക് ടെൻ ഹാഗുമാണ്. അപ്പോൾ പിന്നെ എറിക് ടെൻ ഹാഗ് വന്നപ്പോൾ തന്നെ റയൽ ബെറ്റീസിൽ നിന്നും ലോൺ കാലാവധി കഴിഞ്ഞ് തിരിച്ച് സിറ്റിയൊക്കെ മടങ്ങാനുള്ള ആന്റണി തിരിച്ച് മടങ്ങില്ല എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ബയർ ലെവർകൂസൻ ഒരു ഓഫർ ആന്റണിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മളിവിടെ അറിയുന്നത്. അത് ടെൻ ഹാഗിൻ്റെ ബാധ്യത തന്നെയാവും. ടെൻ ഹാഗ് കൊടുത്ത് ഏറ്റവും നല്ല. പിന്നെ ജൊനാഥൻ താഹ് ബയണിലോട്ട് എത്തിയിട്ടുണ്ട്. ബയൺ മ്യൂണിക്കിലോട്ട് താരം ആഗ്രഹിച്ചത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ബയണിലോട്ട് പോകണമെന്ന് ബയണിലോട്ട് പോയി. ഇത്ര ഉള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം.